നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓ മഹാദേവി നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 14 26 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇന്ന് 27 തുടങ്ങിയുള്ള കുറച്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഇപ്പോൾ വ്യാസമഹർഷി ബൃഹസ്പതിയെ ആചാര്യനാക്കിക്കൊണ്ട് ശുകൻ്റെ വിദ്യാഭ്യാസം നടത്തുകയാണ്. ശുകൻ ബ്രഹ്മചര്യവ്രതങ്ങളെല്ലാം അതിൻ്റെ വിധി അനുസരിച്ച് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രഹസ്യങ്ങളും സാരവത്തായ എല്ലാ വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഗുരുകുലത്തിൽ താമസിച്ച് ശുകൻ പഠിച്ചു. അതിനുശേഷം സമാവർത്തന കർമ്മം പൂർത്തിയാക്കിയിട്ട് അച്ഛനായ വ്യാസൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു. ശുകൻ തൻ്റെ അരികിൽ വന്നത് കണ്ട വ്യാസമഹർഷി വളരെയധികം സന്തോഷിച്ചു. അധ്യയനത്തെപ്പറ്റിയും അവിടുത്തെ താമസത്തെ പറ്റിയുമൊക്കെ കുശലം ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് തൻ്റെ ശുഭമായ ആശ്രമത്തിൽ ശുകനെ താമസിപ്പിച്ചു. ഇപ്പോൾ വ്യാസമഹർഷിക്ക് തൻ്റെ പുത്രന് ഒരു ഭാര്യ വേണമല്ലോ എന്ന ആശയം മനസ്സിൽ ഉദിച്ചു. അതിനുള്ള പ്രായമായിരിക്കുന്നു ശുകന്. അതുകൊണ്ട് സൗന്ദര്യമുള്ള ഒരു മുനികന്യകയെ അന്വേഷിക്കുവാനും തുടങ്ങി. ഇനി തുടർന്നുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 27. ശുകം പ്രാഹസുതം വ്യാസോ വേദാധീതസ്ത്വയാ നഖ ധർമ്മശാസ്ത്രാണി സർവാണി കുരു ഭാര്യ മഹാമതേ. അങ്ങനെ ഇരിക്കെ വ്യാസൻ പുത്രനായ ശുകനോട് പറഞ്ഞു, പാപമില്ലാത്തവനെ, നീ വേദം പഠിച്ചു, ധർമ്മശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു. ബുദ്ധിമാനായവനെ ഇനി നീ വിവാഹം കഴിക്കണം. ശ്ലോകം 28. ഗാർഹസ്ഥ്യം ച സമാസദ്യ യജദേവാൻ പിതൃന്നഥ ഋണന്മോചയമാം പുത്ര പ്രാപ്യ ദാരാൻ മനോരമാൻ. ഗാർഹസ്ഥ്യം നന്നായി അനുഷ്ഠിച്ചുകൊണ്ട് ദേവന്മാരെയും പിതൃക്കളെയും പൂജിക്കുക. മനസ്സിന് ഇണങ്ങിയ ധർമ്മധാരങ്ങളെ നേടിയിട്ട് മകനെ, എന്നെ നീ ഋണത്തിൽ നിന്നും മോചിപ്പിക്കുക, ഈ കടത്തിൽ നിന്നും മോചിപ്പിക്കുക. ശ്ലോകം 29. അപുത്രസ്യ ഗതിർനാസ്തി സ്വർഗോ നൈവ ച നൈവ ച തസ്മാത് പുത്ര മഹാഭാഗ കുരുഷ്വാദ്യ ഗൃഹാശ്രമം. പുത്രനില്ലാത്തവന് ഗതിയില്ല, സ്വർഗം ഇല്ലേ ഇല്ല. അതുകൊണ്ട് മഹാഭാഗ്യവാനായ മകനെ നീ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കൂ. ശ്ലോകം 30. കൃത്വാ ഗൃഹാശ്രമം പുത്ര സുഖിനം കുരുമാം ശുക ആശാമേ മഹതീ പുത്ര പുരയസ്വ മഹാമതേ. മകനെ ശുക, നീ ഗൃഹസ്ഥനായിട്ട് എനിക്കും സുഖം നൽകുക. എൻ്റെ ഈ വലിയ മോഹം നീ പൂർത്തീകരിക്കണം. ശ്ലോകം 31. തപസ്തപ്ത്വാ മഹാഘോരം പ്രാപ്തോസി ത്വമയോ നിജഃ ദേവരൂപീ മഹാപ്രജ്ഞ പാഹി മാം പിതരം ശുക. അതികഠിനമായ തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അയോനിജനായ നിന്നെ ലഭിച്ചത്. ദേവതുല്യനും മഹാബുദ്ധിമാനുമായ ശുക, പിതാവായ എന്നെ നീ രക്ഷിച്ചാലും. സൂത ഉവാച. ശ്ലോകം 32. ഇതിവാദിനമഭ്യാസേ പ്രാപ്ത പ്രാഹശുകസ്തദാഹ വിരക്ത സോ അതിരക്തം തം സാക്ഷാത് പിതരമാത്മനഃ. ഇങ്ങനെ പറയുന്ന അത്യാസക്തനായ തൻ്റെ സാക്ഷാൽ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് വിരക്തനായ ശുകൻ അപ്പോൾ പറഞ്ഞു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു.